ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടാകുന്നൊരു വിഷയം, ഇതാരാണ് ഇവിടെ ഇരുത്തണത്? അതായത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കണ മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളെക്കുറിച്ചും ദൈവത്തിന് വളരെ, അതായത് ആൾക്കാർ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ? ഈ ലോകത്ത് ഇത്രയും ആൾക്കാരുണ്ട്, 1000-800 കോടി ആൾക്കാരുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളെന്ന രീതിയിലാണ് ദൈവം പെരുമാറുന്നത്. ഞാൻ പല ആൾക്കാരുടെ ദൈവാനുഭവത്തെ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അതാണ്. ഈ ലോകത്ത് 8,000 പേര് 800 കോടി ആൾക്കാരുണ്ടെങ്കിലും ദൈവം കാണുന്നത് ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളെന്നാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവങ്ങൾ അതാണ്. ഇനി തിരിച്ച് ഈ ആൾക്കാർക്ക് എന്താ അങ്ങനെ എന്താ അവർ ദൈവം അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ എന്താണ്? അവരങ്ങനെയാണ് ചിന്തിക്കണേ. അതാണ് പ്രശ്നം. ഈ ലോകത്ത് എനിക്ക് ദൈവം മാത്രമേ ഉള്ളെന്നാണ് ചിന്തിക്കണവർ. അപ്പോൾ ഈ ദൈവവും നമ്മളും തമ്മിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു ഏകസ്ഥ ജീവിതമാണ് ശരിക്കും. അവിടെ ആരുടെ അഭിപ്രായങ്ങൾക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അപ്പോൾ ഇവരവിടെ തന്നെ ഇരിക്കുകയാണ്, കുർബാനയും കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഇരിക്കണ സമയത്തൊരു സംഭവം നടക്കും. ഒരു നീലസാരി ഉടുത്ത ചേടുത്തി എവിടുന്നോ കയറി വരും. ആ പള്ളിയിൽ സാരി ഉടുത്ത് ആരും പോകാറില്ല, ഇംഗ്ലീഷ് പള്ളിയാണ്. നമ്മുടെ ആൾക്കാർ തന്നെ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ ചെല്ലുന്ന എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ആൾക്കാർ സാരി ഒന്നും ഉടുക്കുന്നില്ല. വല്ല ഓണത്തിന് വല്ല കളിക്ക് വേണ്ടി ഉടുക്കണമെന്നല്ലാതെ അവരാരും സാരി ഉടുക്കത്തില്ല. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ, ഇതെങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നീലസാരി ഉടുത്ത് ഒരു സൈഡത്ത് കയറി വരും. ഒരു 55 വയസ്സ് കയറി വന്നിട്ട് ഇവളുടെ പുറകെ വന്ന് തൊട്ടു. എന്ത് പരിപാടി എന്ന് ചോദിക്കും. എന്താണ് എന്ന് ചോദിക്കും. പറഞ്ഞു ജോലിയൊന്നും ആയില്ല, തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ ഒരു സ്ലിപ്പ് കൊടുക്കും. ഇതൊരു നമ്പറാണ്, ഇതിൽ വിളിച്ചാൽ നിനക്ക് ജോലി കിട്ടുമെന്ന് പറയും. ഉടനെ ആ ചേട്ടത്തി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവരോട് ഇവർ ചോദിച്ചാലും നിത ചോദിച്ചു, ചേച്ചിയുടെ പേരെന്താ? മരിയ. ഞാൻ നിങ്ങൾക്ക് ആദ്യം കേൾക്കുന്നവർക്ക് ഇതൊക്കെ ഏതാണ്ട് എന്തോ ഒരു ഫാബ്രിക്കേഷൻ സ്റ്റോറി പോലെ തോന്നും. പക്ഷേ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് തോന്നത്തില്ല. കാരണം ഇതുപോലെയുള്ള അതേ അനുഭവങ്ങൾ നേരത്തെ ഒരു 100 കണക്കിന് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ആൾ എപ്പോഴും വെളിപ്പെടുത്തുന്ന പേര് മരിയ എന്നായിരിക്കും. ഇങ്ങനെ വരുന്ന ആൾ വെളിപ്പെടുത്തുന്ന പേര് മരിയ എന്നായിരിക്കും. അത് ഒരു അനുഭവമല്ല കിടക്കുന്നത്, ഒറ്റപ്പെട്ട അനുഭവമല്ല ഇത് കുറേ ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. ഉടമ്പടി നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് സംഭവം പോണത്. ഉടമ്പടിയുടെ കാലത്ത്, ഉടമ്പടി തരുന്ന കാലത്ത് ഒരിക്കലും എനിക്ക് മനസ്സിലായി ദൈവാനുഭവത്തിൻ്റെ പുതിയ കാലഘട്ടം തുടങ്ങാൻ പോകുകയാണെന്ന്. ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടം. ദൈവം തൻ്റെ മനുഷ്യരോട് അവൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് തന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിക്കണത് കാണാം. 57-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, വിനാശത്തിൻ്റെ കാലത്ത് തൻ്റെ ചിറകിൻ്റെ കീഴിലെ ഞാൻ നിന്നെ ഒളിപ്പിച്ചു എന്ന്. 57-ാം സങ്കീർത്തനം എടുത്ത 1-ാമത്തെ വാക്യം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 57:1 എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്, ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഇത് എത്രയോ നൂറ്റാണ്ട് മുമ്പ് എഴുതിയിട്ടുള്ള ദൈവാനുഭവമാണ്.
വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോവുകയാണ് അവളുടെ ജീവിതത്തിൽ. അവൾ തിരിച്ചു പോകാൻ പോവുകയാണ്. പണവും നട്ട്, ജോലിയും നട്ട്, ജീവിതവും പോയി, ഇങ്ങനെ പോയി. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോവുകയാണ്. ഇവൾ ഈ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളോ ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ തന്നെ അഭയം പ്രാപിക്കുന്നു. ഒന്നൊരു വായിച്ചത്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഇത് ശരണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ട്രസ്റ്റ്. ശരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ വിശ്വാസത്തെക്കാളും വലുതാണ് ഈ ശരണമെന്ന് പറയണത്. വിശ്വാസത്തിൽ പോലും ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ശരണത്തിൽ വൈബ്രേഷൻ ഇല്ല. വൈബ്രേഷൻ്റെ ഓപ്ഷൻ ഇല്ല. ഐദർ ഓറില്ല ശരിക്കും. അതല്ലെങ്കിൽ ഇതില്ല, ഒന്നേ ഉള്ളൂ. ശരണത്തിൻ്റെ പ്രത്യേകത അതാണ്. ശരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ എവിടുന്നെങ്കിലും എനിക്ക് ജീവിച്ചാൽ മതി. ചില ആൾക്കാർ പറയല്ലേ, എന്തായാലും ശാസ്ത്രമായാലും IVF ആയാലും IUF ആയാലും എനിക്ക് കൊച്ചിനെ കിട്ടിയാൽ മതി. അത് സഭയുടെ പഠനം ഉണ്ടാ, ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലെന്നല്ല, എനിക്ക് കൊച്ചിനെ മതി. അങ്ങനെ എടുക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ശരണപ്പെടും. എന്താണ്? എനിക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ കർത്താവ് തരണം, അല്ലെങ്കിൽ കർത്താവ് തരാത്ത കുഞ്ഞിനെ എനിക്ക് വേണ്ടെന്നെടുക്കും. അതാണ് നിലപാടുകളാണ് ശരിക്കും പറഞ്ഞാൽ. വിശ്വാസ ജീവിതമെന്ന് പറയുന്നതിൻ്റെ ഭാര്യ വിശ്വാസ ജീവിതത്തിലെ ആൾക്കാർ പരാജയപ്പെടാൻ കാരണം നിലപാടിൻ്റെ പാളിച്ചയാണ്. വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും, ഇപ്പം നമ്മൾ പലപ്പോഴും ഇവിടെ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ മുഖത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് സാക്ഷ്യമല്ലെന്ന് എനിക്കറിയാം. കാര്യം ഇവർ ടെസ്റ്റഡ് അല്ല. ഇവർക്ക് ഇതിനേക്കാൾ വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ട് അത് എടുക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായി നിലനിന്നതിൻ്റെ പേരിൽ എടുത്ത നിലപാടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസി അനുഗ്രഹങ്ങളെ പങ്ക് പറ്റേണ്ടത് അങ്ങനെയാണ്. അപ്പം നിതയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് അവൾ ദൈവസന്നിധി വിട്ടുപോകാതെ കർത്താവിൻ്റെ ഈ വിനാശത്തിൻ്റെ കാലത്ത് കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ വിഷയം ഇതിന് ശരണമെന്നാണ്. ഞാനങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണപ്പെടുന്നു എന്നാണ് പറയണത്. വരുന്നൊരു വിഷയമെന്ന് പറയണത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് പലർക്കും ഉണ്ടാകും. അത് കടന്നു പോകുമ്പോഴും പല ആൾക്കാരും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് വരുന്ന വിഷയം. ഇത് ടെസ്റ്റഡ് അല്ലാത്ത കാരണം ദൈവം ഈ സംഭവം തിരിഞ്ഞു നോക്കത്തില്ല. അതായത് നിങ്ങളെ ഇപ്പോൾ ഇതിനേക്കാൾ ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അല്ലാത്തൊരു മാർഗങ്ങളിലൂടെ ഒരു ജോലി കിട്ടും എന്ന് വിചാരിച്ചാൽ, വരപ്രസാദം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ജോലി വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ, ഒരു 90% ആൾക്കാരും ആ ജോലിയല്ലേ വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് നിലനിൽക്കേണ്ട ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദൈവത്തിൻ്റെ വഴികളിലല്ലാതെ ഒരു തീരുമാനമെടുക്കും. തീരുമാനമെടുക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഭാവിയിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിൻ്റെ നിലവാരം ഇത് തന്നെയാണ്. എന്താണ്? തരം കിട്ടിയ ദൈവത്തിനെയും പറ്റിക്കും. കാര്യം ഇവർക്ക് പപ്പു ഊതിയാലും പരമ ഊതിയാലും ഊത്ത് കെട്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ. അതൊരു നിലപാടാണത്. ശാസ്ത്രം തന്നാലും ശരി, സഭയുടെ നിയമം പാലിച്ചില്ലെങ്കിലും ശരി, എനിക്ക് കൊച്ചിനെ കിട്ടിയാൽ മതി എന്ന് പറയത്തില്ലേ. ഇതൊരു വിശ്വാസിയുടെ നിലപാടല്ല. അതാണ് വിഷയം. പല ആൾക്കാരുടെയും വിഷയം, ഇപ്പം നിങ്ങൾക്ക് കോൺട്രാസെപ്ഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. സഭയുടെ നിയമമാണ്. നാച്ചുറലായിട്ട് നിങ്ങൾ ശാരീരികമായ കാര്യങ്ങളെ ക്രമീകരിക്കാൻ പഠിക്കണം. അതിന് ഡോക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് വാങ്ങിക്കാം എന്നുള്ളതാണ്. അല്ലാതെ ആൾക്കാർ ഉപയോഗിക്കുന്ന, ദൈവത്തെ അറിയാത്ത ആൾക്കാർ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്ഷൻസ്, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് മാർഗ്ഗമില്ല. അതൊക്കെ അവിടെ കിടക്കും. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ശരീരം എൻ്റെതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ എടുക്കത്തില്ലേ. നിലപാടുകളിൽ വരുന്നൊരു വിഷയം. നിൻ്റെ നിലപാടുകൾ പലപ്പോഴും
ശുദ്ധതയ്ക്കെതിരായിരിക്കും നിലപാട് വരണത്. ശുദ്ധതയ്ക്കെതിരെ നീ നിലപാടെടുത്തിട്ട് അനുഗ്രഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിഷയമുണ്ടാകും. അതുകൊണ്ടാണ് ഈ 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരം വെച്ചിരിക്കുന്നതിൻ്റെ കാരണവും. കുമ്പസാരിക്കാൻ പറ്റാത്ത സഭക്കാർക്കും വ്യക്തികൾക്കും അവർ മനസ്സാക്ഷി ശുദ്ധമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണവും നിങ്ങൾ ഉടമ്പടി ചെയ്യണത് ദൈവത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ്. ഉടമ്പടി ഒരു കോൺഷ്യസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇന്ന കാര്യത്തിന് ഉടമ്പടി. നിങ്ങൾ പലപ്പോഴും ഉടമ്പടി ചെയ്യണത് ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, പെൻഷന് വേണ്ടി, PR വേണ്ടി. അങ്ങനെ ഒരു ഉടമ്പടി സാധ്യമല്ല. നിങ്ങൾ ചെയ്യണത്, ഉടമ്പടി ചെയ്യണത് ദൈവവുമായിട്ടാണ്, നിങ്ങളുടെ ജോലിയുമായിട്ടോ നിയോഗമായിട്ടോ ഒന്നുമല്ല. ചില ആൾക്കാരങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമുക്ക് ഉടമ്പടി ഒരു വസ്തുവായിട്ടോ ഒരു ആനുകൂല്യമായിട്ടോ ഒരു അനുഗ്രഹമായിട്ടോ വി കാൻ മേക്ക് എനി കവനൻറ്റ്. നമുക്കങ്ങനെ കവനൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കവനൻറ്റ് ചെയ്യണത് ദൈവത്തോടാണ്. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സത്യസന്ധമായി സുവിശേഷ വിഹിതമായി നിന്നോടുള്ള ഉടമ്പടിയിലെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികളുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരത്തിൽ പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിത എന്നാ ചെയ്യുന്നറിയാവോ? ഈ മാതാവ് കൊടുത്ത നമ്പറില്ലേ, അത് മാതാവാണെന്നുള്ളതാണ് നിതയുടെ ആന്തരികമായ ബോധ്യം. ഈ നമ്പറിൽ ഇവൾ വിളിക്കുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ അതൊരു വാട്സപ്പ് ഗ്രൂപ്പിലെ നമ്പരാണ്, മലയാളി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പരാണ്. ഈ നമ്പറിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ 50 പേരുണ്ട്. ആരും റെസ്പോണ്ട് ചെയ്യത്തില്ല. 4 പേര് റെസ്പോണ്ട് ചെയ്യും. എന്താ എഴുതിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാളെ രാജ്യം വിട്ട് പോവുകയാണ്. നിത എഴുതിയിരിക്കുന്നത് ഇതാണ്, വാട്സപ്പിൽ മെസ്സേജ് ഇതാണ്: ഞാൻ രാജ്യം വിട്ട് പോവുകയാണ്. എനിക്കിതുവരെ ഞാൻ 6 മാസം ഇവിടെ വന്നിട്ട് എനിക്ക് ജോലിയൊന്നും ആയില്ല. നിങ്ങൾക്കറിയാവുന്ന ഹോസ്പിറ്റലിൽ ജോലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണമെന്നുള്ളതാണ് മെസ്സേജ്. അതിൻ്റെ അകത്ത് 46 പേരും റെസ്പോണ്ട് ചെയ്തില്ല. 3 പേര് റെസ്പോണ്ട് ചെയ്ത്, 4 പേര് റെസ്പോണ്ട് ചെയ്ത്. അതിൽ 3 പേര് എൻജിനീയേഴ്സാണ്. അവർ പറഞ്ഞു, സോറി, ഞങ്ങൾ എൻജിനീയേഴ്സാണ്, ഞങ്ങളെ മെഡിക്കൽ ഫീൽഡിലല്ലെന്ന് പറയും. അപ്പോഴും ഇനി 49 കഴിഞ്ഞിട്ട് ഒരാൾ റെസ്പോണ്ട് ചെയ്യും. അയാൾ റെസ്പോണ്ട് ചെയ്തിട്ടും പറയും, വെയിറ്റ് ചെയ്യുക, എൻ്റെ വൈഫിൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിന് നമ്പർ കൊടുക്കും. അത് വിതിൻ നോ ടൈം ആ ഹോസ്പിറ്റലിൽ അവൾ അപ്പോയിൻ്റ് ആകും ഉടനെ. ഇത്രയും സ്പീഡാണ്. ഈ ആലിപ്പഴം പറഞ്ഞ് വീട്ടിൽ ഇരുന്നെങ്കിൽ തിരിച്ച് വെറും കൈയോടെ പോരേണ്ടി വന്നേനെ. ഈ ആലിപ്പഴമൊക്കെ ഇട്ടിരിക്കണതിൻ്റെ കാര്യം, നീ റിസ്ക് എടുത്തിട്ട് ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ അനുഗ്രഹിക്കുന്നതിന് മുമ്പ്, നമുക്ക് ഒരു പ്രസാദത്തിന് മുമ്പ് നമുക്കൊരു പ്രലോഭനം ഉണ്ടാവും, പോണ വേണ്ടേ എന്നുള്ളത്. ഇതിൽ ജയിക്കണത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിങ്ങളിലുള്ള പ്രവർത്തനം പോലെ ഇരിക്കും. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അനുഗ്രഹിക്കുന്നതിന് മുമ്പ്, എല്ലാ അനുഗ്രഹത്തിനും മുമ്പും
ഇതുപോലെ ഒരു ടെൻഷനോ. ഇപ്പം എനിക്ക് ഈ കളികൾ അറിയാവുന്ന കൊണ്ട് ഞാൻ സഹിച്ച് പിടിച്ച് നിൽക്കും. എനിക്കിതുപോലെ ആവശ്യമില്ലാത്ത രോഗവും ഛർദിയും പനിയും ബോധക്കേടും ഒക്കെ വരും. ചില സമയത്ത് ഇവർ എന്നെ എടുത്തോണ്ട് പോകണം കാണാം ഇവിടുന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, അല്ല 3-ാം ദിവസം വരും. അപ്പോഴൊക്കെ ആ സമയത്തൊക്കെ ഒരു ബോധം ഉണ്ടാകത്തില്ല. പനി കയറി തലക്കടിക്കും. കാര്യം ഈ ജനങ്ങളുമായിട്ടല്ലേ ഇടപെടണത്. അപ്പോഴൊരു 100 പേരെ കഴിഞ്ഞാൽ ആടയ്ക്കുന്ന ഒരാളെ അടുക്കുന്നെങ്കിലും വല്ല H1 N1 പിടിക്കും, ഒരു സംശയമില്ല. എനിക്കറിയാം, അത് വരുമ്പോൾ നമുക്കറിയാം. പക്ഷെ നമ്മുടെ ജോലി അതല്ലേ, നമ്മുടെ ജോലി അതാണല്ലോ, ആൾക്കാരെ കാണാതിരിക്കുക. ഇന്നലെ തന്നെ ഒരു 27 രോഗികളെ കണ്ട്, ഏറ്റവും ഗുരുതരമായ രോഗികളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്താൽ നമുക്കിപ്പോഴറിയാം, ഇത് കഴിയുമ്പോൾ ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമെന്നറിയാം. ഈ എല്ലാ അനുഗ്രഹത്തിൻ്റെ മുമ്പും ഇതുപോലെ ഒരു ക്ലേശകാലം ഉണ്ടാവും. അത് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം, നല്ലതായിരിക്കും. എല്ലാ അനുഗ്രഹത്തിൻ്റെ മുമ്പിലും ചിലപ്പോൾ വീട്ടിൽ കലഹം ഉണ്ടാകും, വീട്ടിൽ ഭിന്നത ഉണ്ടാകും, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടാതിരിക്കും, സ്നേഹിച്ചവർ മിണ്ടാതിരിക്കും. ലെറ്റ് ദം ഡു ദെയർ ഡ്യൂട്ടി. കർത്താവിൻ്റെ ഒരു തീരുമാനം കണ്ടിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാവോ? ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്ത് മനോഹരമാണ് കർത്താവിൻ്റെ വാക്ക്. ഇങ്ങനെ ലോകത്തിൻ്റെ അധികാരം പിശാചം പ്രലോഭനമൊക്കെ വരും, എൻ്റെ മേൽ കാര്യമൊന്നുമില്ല, എന്നെക്കുറിച്ച് ഉടമ്പടി പ്രകാരം ഞാൻ ജീവിക്കും. അതാണ് വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുണ്ട് ജീവിതത്തിലെ. ഇങ്ങനെ പല വീട്ടിൽ ഉണ്ടായിരിക്കുകയും ഭർത്താവ് വെള്ളമടിക്കുകയും അല്ലെങ്കിൽ വല്ല സംശയം കാണിക്കുകയും നമ്മളോട് ചിലപ്പോൾ ഒരു വിപ്രതിപത്തി കാണിക്കുകയും നമ്മളെ അവഗണിക്കുകയും നമ്മൾക്ക് പകരം മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്യും. വീട്ടിലങ്ങനെ പല മിന്നലാട്ടങ്ങൾ നടക്കും. നമുക്ക് സങ്കടപ്പെടുന്ന രീതിയിലുള്ള മിന്നലാട്ടങ്ങൾ നടക്കും. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ടെന്ന് വരും, ചിലപ്പോൾ വീട്ടിൽ ശീതസമരം നടക്കുകയായിരിക്കും. എന്നാൽ അതിൻ്റെ പേരിൽ ഗ്രൂപ്പിസം ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ദൈവത്തെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് നമ്മളെ അടക്കി ഭരിക്കണ കാണാം. ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകും. നീ എന്ത് ചെയ്യും? കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ തന്നെ ഉണ്ടാകണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനിലൂടെ ഈശോ പറഞ്ഞു വരുന്ന ഇതാണ്. നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില പ്രതികൂല കാലാവസ്ഥകൾ എന്തിനുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയോട് കൂടുതൽ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്താനുള്ള. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അവരങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരിടത്തും എത്തിയില്ലല്ലോ, ഇങ്ങനെയുള്ള ലോകചിന്തകളൊന്നും പറ്റത്തില്ല.
ലോകത്തിൽ മറിച്ച് ക്ലേശകാലങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ ഉടമ്പടിയോട് കൂടുതൽ വിശുദ്ധതയും അതുപോലെ തന്നെ സത്യസന്ധതയും പുലർത്തി അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കർത്താവിൻ്റെ ചിറകിൻ്റെ ഉള്ളിലായിരിക്കും, കൊടുങ്കാറ്റ് കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഉടമ്പടി എല്ലാ പ്രാർത്ഥനകളെക്കാളും ഈ ഒരു വിഷയത്തിലും ടോപ്പാണ്. എന്താ കാര്യം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ഒരു നിലപാടെടുക്കാൻ പറ്റുന്ന നിലപാട് തറ നമുക്കുണ്ട്. അത് ഉടമ്പടിയാണ്, ഉടമ്പടി ജീവിതമാണ്. നമ്മൾ ഉടമ്പടി ജീവിതം മാത്രം നോക്കിയാൽ മതി. എന്തുമാത്രം ആ ഉടമ്പടി ജീവിതം വെച്ചുകൊണ്ട് ദൈവത്തോട് ഇൻറ്റിമസി ആകാം, അത്തരം നീ ഇൻറ്റിമസി ആകണം. ആ ഉടമ്പടി ജീവിതം വെച്ചുകൊണ്ട് എന്തുമാത്രം ഉടമ്പടി ജീവിതം അർഹിക്കുന്ന ഒരു ആത്മബന്ധം ദൈവവുമായിട്ട് കാണിക്കാൻ പറ്റും, നീ അത്ര കാണിച്ചു പോകണം. നമ്മൾ ആരെയും വെറുക്കുകയോ നമ്മളെ ഉപദ്രവിച്ചവരെ തിരിച്ചുപദ്രവിക്കാൻ പോവുകയോ നമ്മളെ വിഷമിപ്പിച്ചവരെ തിരിച്ച് അവരുടെ നാശം നമ്മൾ കണ്ടിട്ട് സന്തോഷിക്കാൻ പോവുകയോ ഇങ്ങനെ പൈശാചികമായ ഒരു സാധനവും നമുക്കുണ്ടാകാൻ പാടില്ല, ഉണ്ടാവരുത്. കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ ഈക്വൽ പാർട്ട്ണറാണ്, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന ആളാണ്. നിങ്ങളായിട്ട് ഉടമ്പടിയുടെ ആ പങ്കാളിത്ത യോഗ്യത നഷ്ടപ്പെടുത്തി കളയരുത്. ഉടമ്പടിക്കൊരു പങ്കാളിത്ത യോഗ്യതയുണ്ട്. പല ആൾക്കാർക്ക് ഒരു അബദ്ധം പറഞ്ഞാൽ അങ്ങനെയാണ്, നിങ്ങളുടെ ശത്രുക്കളുടെ തിന്മ കാണാൻ നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാകും. അവൾക്ക് അങ്ങനെ തന്നെ വേണം, അവൾ എന്നെ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടിച്ചതാണ്, തീർന്ന് നിങ്ങളുടെ ഉടമ്പടി ആ വിശുദ്ധി പോയി. നിങ്ങളെപ്പോലെയുള്ള ഒരു ശത്രുവിൻ്റെ പതനം കാണുന്ന അസൂയക്കാരത്തിയെ ഉടമ്പടിയിൽ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ശത്രുവിൻ്റെ പതനം നമ്മൾ ഒരിക്കലും സന്തോഷിപ്പിക്കരുത്. എന്താ കാരണം? അത് അവർക്കങ്ങനെ വരാതിരിക്കട്ടെ, ശത്രുവിന് പോലും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും ആശീർവദിച്ചു കൊണ്ടാണ്, നിങ്ങളെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. റോമ 12:14. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇതാണ് വിഷയം. ഒരു ദൈവ പൈതലിൻ്റെ, ഉടമ്പടി പൈതലിൻ്റെ നിലപാട് അതാണ്. നിങ്ങളെ ഒന്നുകൂടി വായിച്ചേ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കുന്നത് മനസ്സിൽ ഓർക്കത്തില്ല ചില ആൾക്കാർ. ആ മനസ്സിലുള്ള ഓർമ്മ പോലും നിങ്ങളുടെ ഉടമ്പടിയെ ബാധിക്കും. ഇപ്പോൾ എല്ലാത്തിലും മേലെ ഉടമ്പടി തന്നെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. നിങ്ങളുടെ ഉടമ്പടി ബന്ധമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് പല രീതിയിൽ വന്നു പോകും, പക്ഷെ നിങ്ങളുടെ ചിറകിൻ്റെ കീഴിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? നമ്മൾ തന്നെയായിരിക്കും. കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഞാൻ ഉടമ്പടികൾ പാലിച്ചുകൊണ്ട്. നീത അങ്ങനെയാണ്. ഇത്രയും വലിയ വിനാശം കടന്നു പോകുമ്പോഴും അവിടെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ തന്നെയാണ്. അതിൻ്റെ ടൈം കഴിയുമ്പോൾ കർത്താവ് അവളെ ലിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഇങ്ങനെയാണ്. അതിനെല്ലാം കൃത്യമായ വചനങ്ങളുണ്ട്. അതിൻ്റെ ടൈം കഴിയുമ്പോൾ കർത്താവ് നിങ്ങളെ സെറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതെല്ലാം വാഗ്ദാന പ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എൻ്റെ മക്കളെ, ഒരു ഉടമ്പടി ഒരു 3 പുതുക്കി കഴിഞ്ഞാലേ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കണം. കുറച്ച് എങ്ങനെ ശ്രദ്ധിക്കണം? സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ദൈവം ഒത്തിരി സംസാരിക്കുന്നുണ്ടാകാം, പലപ്പോഴും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകാം.
നിങ്ങൾ ഈ അലവലാതി പിടിച്ച മനസ്സ് കാരണം, അശ്രദ്ധയുള്ള മനസ്സ് കാരണം യു ആർ ലിസൺ ടു ഇറ്റ്, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് ഒരു അബദ്ധം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം വന്ന്, അത് പറഞ്ഞിരിക്കുന്നത് സിബിയാണ്, സിബി ഷിജോ, സിബി കൊല്ലത്തുനിന്ന്. പക്ഷെ അതിൻ്റെ സാക്ഷ്യത്തിൽ നല്ല സാക്ഷ്യമാണ്. ഈ സിബി ഷിജോയുടെ വിഷയം ഭയങ്കര രസമാണ്, നിതയുടെ വിഷയത്തെക്കാളും രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിതയ്ക്കൊക്കെ അവൾക്ക് ഡിഗ്രിയൊക്കെ ഉണ്ട്, പഠിത്തമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴായാലും ഒരു കോൺഫിഡൻസ്, എവിടെയെങ്കിലും കയറി പറ്റാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ്, ഒരു വിദൂര കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാവും. ഈ വിദൂര കോൺഫിഡൻസ് പോലും ഇല്ലാത്തൊരാളാണ് ഈ സിബി എന്ന് പറയുന്ന ആൾ. അവൾ ഭർത്താവിന് ചെറിയൊരു ജോലിയുണ്ട്, 2 കുഞ്ഞുങ്ങളൊക്കെയായി. ഈ 2 കുഞ്ഞുങ്ങളൊക്കെയായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വരെ ഈ ബ്രീഡിങ് ടൈം ഉണ്ടല്ലോ, അപ്പോൾ അവരാരും ജോലിക്ക് പോകാൻ ചിലർ ഇഷ്ടപ്പെടത്തില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും വളർത്തിയെടുത്തുകൊണ്ട് വരണമെന്നുള്ള ചില അമ്മമാർക്ക് ഭയങ്കരമായ ഒരു കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധയും, കാരണം വേറെ ജോലി കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പട്ടിണിയാണെങ്കിലും പരുവട്ടമാണെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കട്ടെ എന്നുള്ള അങ്ങനെ ഒരു ചിന്ത ഉള്ളവരുണ്ട്. ചില ആൾക്കാർ പ്രസവിച്ചിടണമെന്നിട്ട് ആർക്കുണ്ടെങ്കിലും കൈ കൊടുത്തും പോവും, അവർ ജോലിക്ക് പോവും. അങ്ങനെ ഓരോ ടൈപ്പ് മനുഷ്യരാ. അപ്പോൾ ഇത് രണ്ടും ശരിയാണെന്ന് വെച്ചാൽ രണ്ടും ശരിയാണ്. അപ്പോൾ ഇവളുടെ അങ്ങനെ ഈ ടൈപ്പല്ല. ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് 2 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന സമയത്ത് ജോലിക്ക് പോകാൻ, എന്ത് ജോലിക്ക് പോകണമെന്ന് അറിയത്തില്ല, അതാണ് പ്രശ്നം. 2 കുഞ്ഞുങ്ങളൊക്കെ ഒരു 4 വയസ്സും 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചിലവായി, വീട്ടിലെ ചിലവ് കൂടി കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വരുമാനത്തിൽ ഒതുങ്ങണില്ല. അപ്പോൾ അവൾക്ക് തോന്നി, ന്യായവും സത്യവുമായിട്ടും ഈ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഉത്തരവാദിത്വം, ഭർത്താവിനെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ, എനിക്ക് കൂടി ജോലിക്ക് പോയാൽ കുടുംബം വലിയ പരിക്കില്ലാതെ പോകും. പക്ഷേ ഇവൾക്ക് അറിയത്തില്ല എന്നാ ജോലിക്ക് പോകണമെന്ന്, ഒരു ഐഡിയ ഇല്ല, കാര്യം ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചിന്തയും ഇല്ലാതെ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇവൾ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടിയിലൊരു വിഷയം എന്ന് വെച്ചാൽ, ഉടമ്പടിയിൽ ഈ സത്യമുള്ള ആൾക്കാരാണ് വന്ന് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. സത്യമില്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ വരണതെല്ലാം. സത്യമുള്ള ആൾക്കാരാണ് വന്ന് ഉടമ്പടി എടുക്കണമെങ്കിൽ, കാര്യം ഉടമ്പടിയെ മാനിച്ചും ഉടമ്പടി ജീവിതത്തെ ആസ്വദിച്ചും, ഉടമ്പടി ജീവിതത്തെ ചില ആൾക്കാർ ഭാരമായിട്ടല്ലേ കാണുന്നത്. അയ്യോ ഇനി 5:30 എഴുന്നേൽക്കണമല്ല, പത്രം കൊടുക്കാൻ പോകണം. ഇപ്പോൾ ഇന്നലെ ഒരു മോളോടൊന്ന് പറയുന്നുണ്ടായിരുന്നു, അത് പറയണം, അയ്യോ അമ്മ 4 ഉടമ്പടി എടുത്തതാണ്, ഞാൻ ഉടമ്പടി എടുത്തില്ല. കാര്യം എന്തറിയാമോ, ഞാൻ ഈ പത്രം എന്തിനാണ് കൊണ്ടു നടന്ന് കൊടുക്കണം, ആൾക്കാരെ കളിയാക്കത്തില്ലേ, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. അപ്പോൾ ചില ആൾക്കാർ ഉടമ്പടിക്ക് പിന്നെ അത് തന്നെയല്ലേ എനിക്കിങ്ങനെ 5:30 എഴുന്നേക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഉടമ്പടി ഭാരമായിട്ടും ചില ആൾക്കാർ വന്ന് കൃപാസനത്തിൻ്റെ പണി തരും, അതാണ് കുഴപ്പം. അവർക്ക് ഭാരമാണ്, അവർ ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റുന്നതാണ്. പരീക്ഷിച്ച് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരുമ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങൾ കാരണം സത്യസന്ധമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഉതപ്പായിട്ട് വരും. ഇപ്പോഴവൾ ഗതികെട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് കാര്യം അമ്മയുടെ ഉടമ്പടി നിൽക്കണില്ല. ഇവളുടെ പല കാര്യങ്ങളും പരാജയപ്പെടുന്നു. ഇത്രയും നാൾ അവൾ ജീവിച്ചത് അമ്മയുടെ കെയർ ഓഫിലാണ്. അമ്മ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ച എല്ലാ സാധനവും നടക്കാനുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇവൾ അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ നിൽക്കുകയാണ് ശരിക്കും. അതുകൊണ്ട് അവൾക്ക് സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കാൻ താല്പര്യമില്ല. കാര്യം അമ്മയുടെക്ക് എന്ന് ഉടമ്പടി എടുത്തിട്ട് അവളുടെ കാര്യം നടക്കാനുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-22 വയസ്സായപ്പോൾ എല്ലാം ഈ മദറിൽ നിന്നുള്ള വരുമാനമെല്ലാം സ്റ്റോപ്പാക്കി ദൈവം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ അമ്മമാരുടെ ഔദാര്യത്തിൽ നിന്നുള്ള ആധ്യാത്മികത വർക്കൗട്ട് ചെയ്യത്തില്ല. അതിപ്പോൾ നിങ്ങൾക്ക് കൃപാസനത്തിൽ വരുമ്പോൾ മനസ്സിലാകും.
അമ്മ കൊച്ചിനെക്കുറിച്ച് പറയുമ്പോൾ അവളെന്ത് ചെയ്യുന്നു ചോദിക്കും ഞാൻ. ഉടനെ ചോദിക്കും. അമ്മ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവൾ വീട്ടിലുണ്ട്. അപ്പം തന്നെ ഇവരെ ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ച് കൊറിയർ ചെയ്യും. വീട്ടിൽ പോയി കിടക്കാം. കാരണം അവൾ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് അമ്മയെ തള്ളി വിട്ടിരിക്കുകയാണ്. അപ്പം ചോദിക്കും ഞാൻ. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ ദൈവം ചോദിക്കത്തില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ 10-20 അമ്മയുടെ കെയർ ഓഫിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ എത്രയും വേഗം ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങളുടെ കെയർ ഓഫിൽ വരണം. ദൈവമായിട്ടുള്ള ഇടപാടുകൾ നിങ്ങളുടെ കെയർ ഓഫിൽ വരണം. അപ്പോൾ ഇപ്പോൾ ഞാനീ പറഞ്ഞ മോളെന്ന് പറയുന്നത് അവൾക്ക് ഇപ്പോൾ അവളുടെ കെയർ ഓഫിലായി. അവൾ തന്നെ സ്വന്തം നിലയിൽ കർത്താവിനെ കണ്ടെത്തി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് സത്യസന്ധമായിട്ട് ഉടമ്പടി മുന്നോട്ട് പോയി. അവളോട് ദൈവം അവളോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് ഇന്നലെ സാക്ഷ്യം പറഞ്ഞത്. പക്ഷേ എന്തിനാ ആദ്യത്തെ ഘട്ടത്തിൽ ഇവരൊരു ഉഴപ്പ് മോഡലിലാണ് വരണത്. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ കുറച്ച് വളരെ വെടിപ്പായി ദൈവതിരുസന്നിധിയിൽ കൃത്യമായി നിൽക്കുകയാണ്. ചിലർക്ക് പൊരിഞ്ഞ ദൈവസ്നേഹമായിരിക്കും. അവർക്ക് പണ്ടേ ദൈവസ്നേഹം ഉണ്ടാവും. ഉടമ്പടി എടുക്കുമ്പോൾ അത് കൂടും. ഞാൻ പറഞ്ഞ സിബിക്ക് അങ്ങനെയാണ്. ദൈവസ്നേഹം കൂടി. അവർ 2ാമത്തെ 3ാമത്തെ ഉടമ്പടി ആയപ്പോൾ തന്നെ അവിടെ ലൈഫിനെ ദൈവം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഇവക്കൊരു ഐഡിയ ഇല്ല. എന്നാ ജോലിക്ക് പോകും, ആര് ജോലി തരും, എവിടെ ജോലി ചെയ്യുമെന്നൊക്കെ ഒന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ ഉടമ്പടി 3 പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഏതെങ്കിലും വിദേശത്ത് പോകാമെന്നുള്ള ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അവൾ വിചാരിച്ചത് ഇസ്രയേലിൽ പോകാനാണ്. ഇസ്രയേലിൽ പോകാൻ മനസ്സിൽ വിചാരിച്ചതാണ്. അപ്പം അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇസ്രയേൽ തീരുമാനിച്ച ദിവസം ഇവൾ ഉടമ്പടിയിലായത് കാരണം വേറൊരു ആൻറ്റി വന്ന് ഇവളെ കണ്ട്. നമ്മൾ ഉടമ്പടിയിലാകുമ്പോഴുള്ള ഗുണവതാണ്, നമ്മളൊരു സംഭവം തെറ്റായി തീരുമാനിച്ചാൽ അതുവഴി നമുക്ക് നാശമാണ് വരാൻ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അമ്മ ഉടനെ ആളെ വിട്ടിട്ട് തിരുത്തും. ഇവളെ ഇസ്രയേലിൽ പോകാൻ തീരുമാനിച്ച ദിവസം ഒരു ആൻറ്റി വന്ന് ഇവളെ കാണും. കണ്ടച്ചും പറഞ്ഞു, നീ ഇസ്രയേലിൽ പോകാൻ തീരുമാനിച്ചോ? അപ്പോൾ നിൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകണില്ലേ? അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇസ്രയേലിൽ ഭർത്താവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ആൻറ്റി ഞാൻ എവിടെ പോകും? പിന്നെ നിനക്ക് ഇറ്റലി നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റലി നല്ലതാണെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെയൊക്കെ വിസ പ്രോസസ്സിങ്ങും ഒക്കെ കുറച്ച് പാടാണ്. എന്നാലും ഇനി ഇവൾ ഇറ്റലിയിലേക്ക് മൂവ് ചെയ്ത് പക്ഷേ എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് വിസ ഇൻ്റർവ്യൂ ആണ്. വിസ ഇൻ്റർവ്യൂവിന് പോയിട്ടില്ലല്ലോ, ആദ്യം പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എന്താ പറയണം, അവരെന്ത് ചോദിക്കും, അവരോട് എന്ത് മറുപടി പറയണമെന്നതിനെക്കുറിച്ച് ഇങ്ങനെ പലതും കാണാപ്പാടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ചെന്നിട്ട് ഭയങ്കര വിറച്ചല്ലിയാണ് ചെല്ലണത്. വിറച്ചല് ഇറ്റലി VFSൽ ഇവർ ചെല്ലുമ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ ഇൻ്റർവ്യൂ ഇരിക്കുന്ന ലേഡി പറയും ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ അയച്ചു പോയി. കാര്യം ഒരു 10-30 കൊല്ലമായിട്ട് ഇവിടെ പരിചയമുള്ള പോലെയാണ് ആ വിസ ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾ സംസാരിക്കുന്നത്. എന്നിട്ട് 1-2 വളരെ ഹൃദ്യമായിട്ട് ചിരിച്ചുകൊണ്ട് 1-2 വർത്തമാനമൊക്കെ പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ ഓവറെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വിസ ആയെന്ന് പറഞ്ഞു. ഇത്രയും സിമ്പിളാണ്. അമ്മ ഒരു വിഷയം ഏറ്റെടുത്താൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അമ്മ ആളെ വെക്കും. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അമ്മ ഒരു വിഷയം ഏറ്റെടുത്താൽ, നിങ്ങൾക്ക് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. നിങ്ങൾ ചില ആൾക്കാർ ഇന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാരായിരിക്കും. ഇത് സ്ഥിരം പരിപാടിയാണ് കൃപാസനത്തിലെ. അമ്മ ഒരു വിഷയം ഏറ്റെടുത്താൽ, നിങ്ങൾ ഉടമ്പടി ഏറ്റവുമെന്ന് തോന്നിയാൽ, അതാണ് വിഷയം. അമ്മ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഉടമ്പടി ഏറ്റെടുത്തെന്ന് അമ്മയ്ക്ക് തോന്നിയാൽ പിന്നെ നീ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അമ്മയുടെ ആളായിരിക്കും വെക്കാൻ പോണത്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, അമേരിക്ക ഇൻ്റർവ്യൂവിന് പോയ സമയത്ത്, അമേരിക്ക ഇൻ്റർവ്യൂവിന് പോയാൽ നമുക്ക് ഇരിക്കാൻ പോലും കസേര തരത്തില്ല അവർ. എന്നിട്ട് ഇവർ റോഡേ നിർത്തിയിരിക്കുകയാണ് ആൾക്കാർ. ഞാനുൾപ്പെടെ റോഡേ നിൽക്കുകയാണ് ഈ ഫയലൊക്കെ പിടിച്ചോണ്ട്. ഒരു മനുഷ്യനെ അവരതിൻ്റെ അടുത്ത് കയറ്റത്തില്ല. ചെക്ക് ചെയ്ത് ആണ് അവർ ചെയ്യണത്. അവസാനം ഇത്രയും ചെക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഒരു അപ്പച്ചനും അമ്മച്ചും കൂടി നിലയും പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോണം. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ച്.
കൽക്കട്ടയിലായിരുന്നു ഇൻ്റർവ്യൂ. അമേരിക്കൻ ധ്യാനത്തിന് ഉള്ള വിസയ്ക്ക് പോയതാണ്. അപ്പം ഞാൻ ഒരപ്പച്ചനും അമ്മച്ചിയും മക്കൾ അവിടെയാണ്, അവിടെ കൂടെ പോയി താമസിക്കാൻ വേണ്ടിയാണ് ഇൻ്റർവ്യൂവിന് വന്നത്. പക്ഷെ റിജക്റ്റായിപ്പോയി. ഇനി ഒരു കാലത്ത് അവർക്ക് പോകാൻ പറ്റത്തില്ല. അത്രയും സ്ട്രിക്റ്റാണ് അവർ. അവർ നോക്കണ ഈ വയസ്സാം കാലത്ത് ഇവരവിടെ കൊണ്ടുപോയിട്ട് അമേരിക്ക ചെലവിന് കൊടുക്കണമെന്നാണ് ചോദിക്കണവർ. അതാണ് വിഷയം. അല്ലെങ്കിൽ ഇവർ വല്ല മരിക്കണമെങ്കിൽ കെട്ടിപ്പോക്കുക ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വരണ്ടേ. ഇങ്ങനെ കുറേ വിഷയങ്ങളുള്ള കാരണം ഇങ്ങനെ റിസ്ക് ഒന്നും അവരെടുക്കത്തില്ല. നമ്മളെ കുഞ്ഞ് ഒരു ദിവസം നമ്മൾക്ക് അപ്പന് എൻ്റെ കുഞ്ഞാണ് എൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറയാവുന്നേ ഉള്ളൂ. ഒരു പണിയും നടക്കത്തില്ല അവർ. അപ്പോൾ ഇവർ അങ്ങനെ എത്രയോ പേര് നിലയം പിടിച്ചുകൊണ്ടിരുന്നത്. ഞാനവിടെ ചെന്നപ്പോഴുണ്ട് എൻ്റെ കയ്യിൽ ഹോട്ടലിലാണ് എൻ്റെ പേപ്പർ കിടക്കണത്. ഞാൻ തിരുത്തിക്ക് വെളുപ്പിനെ ചാടി പോകുന്നതാണ്. എൻ്റെ കയ്യിൽ നേരത്തെ ഈ ബ്ലൂ പ്രിൻ്റ് ചെയ്ത പേപ്പർ, തമ്പ് ഇംപ്രഷനൊക്കെ എടുത്ത പേപ്പർ എൻ്റെ കയ്യിലില്ല. അപ്പോഴത്തെ ഞാൻ അവിടുത്തെ പണിയായിപ്പോയെന്നു. അപ്പം ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, മൊത്തം ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ജവമാല ചൊല്ലി ഞാൻ ഈ ആൾക്കാരൊക്കെ പറഞ്ഞു വിടുന്ന സായിപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ അയാൾ 5-ാം നമ്പറിൽ ഇരിക്കുകയായിരുന്നു. 5-ാം നമ്പറിലായിരുന്നു കൗണ്ടർ. അവിടെ നിന്നാണ് ഈ ആൾക്കാരെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനോടത്ത് എന്നെയും ക്യാൻസൽ ചെയ്യും. ഞാൻ ചെല്ലുകയും അമ്മ അയാൾ അവിടെ നിന്ന് ക്യാൻസലാക്കി. അതാണ് എൻ്റെ വിറ്റ് എന്ന് പറയണത്. അയാളെ ക്യാൻസലാക്കിയിട്ട് ഒരു നീഗ്രോ ലേഡി വന്ന് കയറിയിരുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. എവിടെ താമസിക്കുന്നത്, അവിടെ പോയി എവിടെയാണ് താമസിക്കുന്നത്, ഒറ്റ ചോദ്യം. ഓക്കെ, 2 ആഴ്ച കഴിയട്ടെ, വിസ ഓക്കെ ആണെന്ന് പറയും. ഇത്രയും സ്പീഡാണ് സംഭവം. നമ്മൾ ഇതെല്ലാം അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഷിഫ്റ്റിംഗ് ഉണ്ടാവും, ചേഞ്ചിങ് ഉണ്ടാവും. ആർക്കും നമുക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതുപോലെ തന്നെയുള്ള കാർക്കശ്യം അമ്മ മാതാവ് നമ്മോട് കാണിക്കണ അതേ കാർക്കശ്യം നിങ്ങൾ ദൈവത്തോട് കാണിക്കണം. അത്രേ ഉള്ളൂ പ്രശ്നം അതിൻ്റെ അകത്ത്. നമ്മളോട് ഇങ്ങനെയാണ് അമ്മ ചെയ്യണത്. നമ്മളെ സ്വന്തം അമ്മ ഈശോനെപ്പോലെ നമ്മളെ ജനിപ്പിച്ചതും പറഞ്ഞ് നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും അമ്മ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ഈ ഉടമ്പടി വഴി അമ്മയ്ക്കൊരു ബോധ്യം കൊടുക്കണം. എന്താണ്? നമ്മളെ സത്യസന്ധമായിട്ടാണ് ഉടമ്പടിയിൽ ദൈവത്തോട് ഇടപെടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ സെറ്റ് ചെയ്തോളൂ. നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇവളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഈ സിബിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. 1 മാസമായിട്ടും പക്ഷേ റിസൾട്ടൊന്നുമില്ല. കൊല്ലത്ത് നിന്ന് കൃപാസനത്തിലോട്ട് വരികയാണോ, 5ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരികയാണ്. കായംകുളത്ത് എത്തിയപ്പോൾ 2 ജപമാല തീർന്ന്, ജപമാല എല്ലിക്കൊണ്ട് പോരുകയാണ് ബസ്സിൽ. കായംകുളത്ത് എത്തിയപ്പോൾ 2 ജപമാല തീർന്നപ്പോൾ അവൾ അമ്മയോട് ചോദിച്ചു, അമ്മേ 1 മാസമായിട്ട് ഒരു ഐഡിയയും ഇല്ല, ഒരു റെസ്പോൺസും ഇല്ല, ഒരു റിപ്ലൈയും ഇല്ല, എന്ന് പോകാൻ പറ്റും അമ്മേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവളിങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ മേഘങ്ങളിൽ കുറേ എഴുത്തുകൾ. അപ്പോൾ ഉടനെ അടുത്തിരിപ്പുണ്ടായിരുന്നു. ചേച്ചി ആകാശത്ത് എന്തോ കാണുന്നുണ്ട്, ചേച്ചി എല്ലാം കാണുന്നുണ്ടോ? അപ്പോൾ ചേച്ചി പറഞ്ഞ് അത് 7:23. ഞാനും 7:23 കാണുന്നത്. അവളുടെ സാക്ഷ്യം എന്താണെന്നറിയാവോ? അന്ന് എൻ്റെ വിസ അടിച്ചു, പാസ്പോർട്ടിൻ്റെ 7-ാം പേജിൽ ഞാൻ പോകുന്നത് ജൂൺ 23-ാം തീയതിയാണ്. ഇത്രയും സ്പീഡാണ്. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. ഇതാണ് ഉടമ്പടി. അതായത് നമ്മൾ ലോകം ഉണ്ടായിട്ട് ഇത്രയും വൃത്തിയായിട്ട് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളോട് അക്ഷരം കൊണ്ടും വാക്കുകൊണ്ടും ശബ്ദം കൊണ്ടും ദൈവം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ചരിത്രമില്ല. അത്രയും സുന്ദരമാണ് സംഭവം. ഞാൻ അച്ഛൻ നിങ്ങളോട് പറയുമ്പോഴത് എൻ്റെ മക്കൾ കുറച്ചുകൂടി ഒരു സത്യസന്ധതയും വിശ്വസ്തതയും കാണിച്ച് ഉടമ്പടി ഒരു വലിയ വിഷയം. നിങ്ങളുടെ ജോലിയെക്കാളും ഉടമ്പടി നിയോഗത്തെക്കാളും ഉടമ്പടിയാണ്. എന്തിനാണ് ഇപ്പോൾ ഇന്നലെ ഒരു മോളിവിടെ പറയായിരുന്നു, ഞാൻ എൻ്റെ ജീവിതകാലം ഇനി ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിക്കണമെന്ന്. ഇന്നലത്തെ സാക്ഷ്യം അതായിരുന്നു. അവസാനത്തെ, ഞാൻ എൻ്റെ ജീവിതകാലം ഇനി ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്തിനാണ് ജീവിക്കണത്? ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് ജീവിക്കാനാണ്. എഴുന്നേൽക്കുക.
പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം
രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചെയ്ത് പാടാം. ഇന്നതല്ല ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ദൈവമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ മക്കളെ കൈകൾ മാറ്റി മാറ്റി വെച്ചാൽ മതി. രോഗമുള്ള ഇടങ്ങളിലേക്ക് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, നിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ രോഗമുള്ള ഇടത്തേക്ക് കൈകൾ വെക്കുക. കർത്താവ് നിന്റെ തിരുമുറുവാർന്ന വലത്തുകര, അണിപ്രധാന അനുഗ്രഹത്തിൻ്റെ വലത്തുകര. ഈ നിമിഷം ദിവ്യകൃപാൻ എഴുന്നള്ളിച്ച് ജ്വലിച്ചു നിൽക്കുന്ന സമയങ്ങളിൽ അങ്ങയുടെ മക്കൾ അവിടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് അവിടെ കൈകൾ വെക്കുന്നു. അടിപ്പിണർ പോലെ, വൈതാഘാതം പോലെ ദൈവികമായ ശക്തി ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പ്രസരിക്കട്ടെ. മാരകരോഗങ്ങൾ, തീരാവേദികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്ന സമയമാണ്. ആദ്യത്തെ പരീക്ഷ, നീറ്റിൻ്റെ പരീക്ഷ അവർക്ക് പാളിപ്പോയി. ഒത്തിരിയേറെ മക്കൾ ഇവിടെ നിന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്.
പല കുഞ്ഞുങ്ങളെ ഇപ്പോഴും പുതിയ ഉപരിവിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ചിലർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ചിലർക്കൊരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത ദുരിതങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവരെ, ഉറ്റവർ പിരിഞ്ഞുപോയവരെ, മരിച്ചുപോയവരെ, കുടുംബത്തിൽ സാമ്പത്തികമായ ബാധ്യതകൾ, വലിയ കടങ്ങൾ വന്നവരെ, ജീവിക്കാൻ മാർഗമില്ലാതെ തൊഴിൽ നഷ്ടപ്പെട്ടവരെ, ഉള്ള തൊഴിലിന് വരുമാന മാർഗവും കച്ചവടവും ഒന്നുമില്ലാതെ വരുമാനമില്ലാതെ വിഷമിക്കുന്നവരെ, തർക്കപ്പുരയിടങ്ങൾ, വിവാദ ഭൂമികൾ, തീരുമാനമെടുക്കാൻ പറ്റാത്തവർ, ഭാഗോടുമ്പടി നടക്കാത്തവർ, പെൻഷൻ, PR, വിദേശ ജോലി, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, എല്ലാ മേഖലകളിലും ഈ ആഴ്ച യാത്ര ചെയ്യുന്നവരെ, യാത്രയെ അഭിമുഖീകരിക്കുന്നവരെ, അവിടെ എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഉടമ്പടി വെച്ച മുഴുവൻ നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാൻ വേണ്ടി, മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയായി നീ മാറാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ സത്യ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മൗനമായി അച്ഛൻ പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓർത്ത് മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ തിരുസന്നിധി സമർപ്പിക്കുക. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി അൾത്താരയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, ഇന്നും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, മരിയ, സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30
ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ്